സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കലോത്സവ മാമാങ്കത്തിന് അരങ്ങുണർന്നിരിക്കുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി അവിടെ നിന്നും സിജു കണ്ണൻ കൂടി ചേരുന്നുണ്ട്. സിജു നേരത്തെ ഈ കലോത്സവ കപ്പിന്റെ ആ വരവേൽപ്പൊക്കെ വളരെ ആവേശത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്ങനെയുണ്ട് നിലവിലെ അവിടുത്തെ ഒരു ആവേശം? വർഷ സ്വർണ്ണക്കപ്പുമായി അല്പസമയത്തിനകം PMG ജംഗ്ഷനിലേക്ക് ആ ഘോഷയാത്ര എത്തും. ഇപ്പോൾ നിരവധി സ്കൂളുകളിലൂടെ കടന്ന ഈ സ്വർണ്ണക്കപ്പുമായുള്ള യാത്ര തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം PMG ജംഗ്ഷനിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഈ PMG ജംഗ്ഷനിലും നിയമസഭാ മന്ദിരത്തിന് മുന്നിലുമെല്ലാം തന്നെ കാണാം. ഈ നിരവധി കലാരൂപങ്ങൾ ഈ സ്വീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെയുണ്ട്. നിങ്ങൾ ഈ സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കാൻ നിൽക്കുന്നതാണോ? അതെ. എവിടുന്നാണ്? ഏത് സ്കൂളിൽ നിന്നാണ്? എന്താണ് ഈ വേഷമൊക്കെ? ചവിട്ടുന്നാണ് ഇത് രാജാക്കന്മാരുടെ വേഷം. സ്വീകരിക്കാൻ നിൽക്കണോ? സ്വർണ്ണക്കപ്പ് കണ്ടിട്ടുണ്ട് ഇതിനുണ്ട്. കാണണം, ഒരു കൗതുകല്ലേ? എന്താണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിരുന്നോ? ജില്ലാ സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിരുന്നോ? ഇല്ല. സ്വീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ്. സ്കൂൾ ഏതാ പറഞ്ഞത്? സ്വർണ്ണക്കപ്പ് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടോ നിങ്ങൾക്ക്? കാണണം എന്നൊക്കെ എങ്ങനെ സ്വീകരിക്കാൻ? അതിന്റെ ഒരു ആവേശമാണോ കാണുന്നത്? എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്? അതല്ല, നമ്മളങ്ങോട്ട് പോവും, കപ്പ് വാങ്ങിക്കും, നടന്ന് തിരിച്ചു വരും. ഈ തിരുവനന്തപുരത്തേക്ക് കലോത്സവം എത്തിയപ്പോ നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ട്? എല്ലാ പരിപാടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കലാമത്സരങ്ങളൊക്കെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. സ്കൂൾ അവധിയാണോ? വർഷ ഇങ്ങനെ പല കലാരൂപങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് നോക്കാം. ഇതാ കോൽക്കളി സംഘമുണ്ട്. ഈ കോൽക്കളി സംഘം, അതോടൊപ്പം തന്നെ പൂരക്കളി സംഘം, ഇങ്ങനെ വിവിധ കലാരൂപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കാൻ ഇവിടെ എത്തി നിൽക്കുകയാണ്. അല്പസമയത്തിനകം ഈ PMG ജംഗ്ഷനിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ പൂജപ്പുരയിൽ കണ്ടതാണ്. വലിയൊരു ആവേശമായിരുന്നു. നൂറുകണക്കിന് കുട്ടികൾ ഈ എത്തിയിരുന്നു സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കാൻ. അതോടൊപ്പം തന്നെ അധ്യാപകർ, ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വലിയൊരു ആവേശകരമായ ഒരു വരവേൽപ്പാണ് നൽകിയത്. OS അംബിക MLA, അതോടൊപ്പം മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പൂജപ്പുരയിലെ സ്വീകരണം. ഈ പൂജപ്പുരയിൽ നിന്ന് ഇപ്പോൾ നീങ്ങി അല്പസമയത്തിനകം PMG ജംഗ്ഷനിലെത്തും. പിന്നീട് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും. വിവിധ കലാരൂപങ്ങൾ, മുത്തുക്കുടകൾ ഏന്തിയ ആളുകൾ, അതോടൊപ്പം തന്നെ വിവിധ ഈ കലോത്സവത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകളെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നത്. ഏതായാലും വലിയ ആവേശമായിരിക്കും വരും ദിവസങ്ങളിൽ. 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കാണാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർഷ